നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, വിശ്വസിച്ച് ഒരിടത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത്. എവിടെ നോക്കിയാലും ഭക്ഷ്യ വിഷബാധയേറ്റതിൻ്റെ വാർത്തകളും ഭക്ഷണം നന്നല്ല എന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെയാണ് ഓരോ ദിവസവും നമ്മളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ നോക്കൂ, കാര്യവട്ടം ക്യാമ്പസിലാണത്, ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിലാണ് സാമ്പാറിൽ പുഴുവിനെ കണ്ടെത്തി എന്നുള്ള വലിയൊരു വാർത്ത നമ്മളെ തേടി എത്തിയിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബിരിയാണിയിൽ, ഒരു ഹോട്ടലിലെ ബിരിയാണിയിൽ നിന്ന് കുപ്പിച്ചില്ല് കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സമാനമായ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഭക്ഷണത്തിലൊന്നും കൃത്യമായ പരിശോധനകളൊന്നും നടക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ ഒരു സമയത്ത് നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തുടരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പരിശോധനകൾ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇപ്പോൾ നിരന്തരം പരാതികളൊക്കെ വന്നതിന് പിന്നാലെ കാര്യങ്ങളൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വ്യാപക പരിശോധന നടന്നു കഴിഞ്ഞ ദിവസം. ഭക്ഷ്യ വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കാണാം. ഒരു മിനിറ്റ് തന്നെ. ചേട്ടാ നീ വന്നേ, നീ വന്നേട്ടാ. രാവിലത്തെയാ ഇത്രയും ചൂടായിട്ടിരിക്കുന്നേ. ഇന്ന് രാവിലത്തെയാ. തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇത് തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്തിനാ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്? ഇതൊന്നും കാണേ ജില്ലയിലെ പല ഹോട്ടലുകളിലും തട്ടുകടകളിലും പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ പരിശോധനകൾ ആരംഭിച്ചത്. പരിശോധനകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ പരിശോധന തുടരുകയാണ്. ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ പല ഹോട്ടലുകളും തരപ്പെടുത്തിയത് വ്യാജമായാണെന്നും പരിശോധനയിൽ കണ്ടെത്തി. വ്യാജ ഇടനിലക്കാർ വഴിയാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹോട്ടലുകാർ തരപ്പെടുത്തുന്നത്. ക്രമക്കേടുകൾ കണ്ടെത്തിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. ന്യൂസ് 18 പത്തനംതിട്ട. ഇപ്പോൾ ഇങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഭക്ഷണം നന്നല്ല, പഴകിയ ഭക്ഷണമൊക്കെ ഉണ്ട് എന്നതിനപ്പുറം ഇവരുടെയൊക്കെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് പോലും ഇത്തരത്തിൽ വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകളും കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടത് ആധുനിക കൃഷി സമ്പ്രദായമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങൾക്കുള്ള അവബോധ ശില്പശാല മന്ത്രി ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയും കാലാവസ്ഥാ പ്രതിരോധശേഷി വർധനയും ലക്ഷ്യമിട്ട് ലോകബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ അനുയോജ്യമായ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കാനും മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കാനും കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇടുക്കി 100% കാർഷിക മേഖലയാണ്. ആധുനിക കൃഷി സമ്പ്രദായമാണ് ഇനിയുള്ള കാലത്ത് ആവശ്യമെന്നും വകുപ്പുകൾ അതിനനുസൃതമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നല്ല കർഷകനാണ് ഏറ്റവും നല്ല സയൻറ്റിസ്റ്റ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലും ഡെവലപ്പ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും കാണുന്ന വ്യത്യാസം, നല്ല കർഷകൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥിതി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത് പരിചയത്തിൻ്റെയും തഴക്കത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ രൂപപ്പെടുത്തി വരുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുത്താൻ കഴിയുന്നൊരു സംസ്ഥാനമായി കേരളം നിൽക്കുമ്പോൾ ഈ പദ്ധതിയിലൂടെ നമുക്ക് നവീനമായ വലിയ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ തുക, നമ്മുടെ പ്രോഡക്ട്സ് ആഡഡ് വാല്യൂ, അത് നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താനായിട്ട് കഴിയും. ഇടുക്കി ജില്ലയിലെ കാർഷിക വികസനം, കർഷകക്ഷേമം, വ്യവസായ വാണിജ്യം, മണ്ണ് പര്യവേക്ഷണം, മണ്ണ് സംരക്ഷണം എന്നീ വകുപ്പുകളിലെയും കാർഷിക സർവകലാശാല, VFPCK മുതലായ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കായാണ് ശില്പശാല നടത്തിയത്. ന്യൂസ് 18 ഇടുക്കി. ഇപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതോടുകൂടി മഴ ഇങ്ങനെ പെയ്തു തോരുമ്പോഴേക്കും പലയിടത്തെയും യാത്രാ ദുരിതം അത് വളരെ ദുർഘടമാകുന്ന ഒരു അവസ്ഥയുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ വെള്ളക്കെട്ടൊക്കെ രൂക്ഷമായിട്ട്
നാട്ടുകാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത വരുന്നത് കൊല്ലം പത്തനാപുരം കുന്നിക്കോട് നിന്നാണ്. അവിടെ പാതയിൽ യാത്രക്കാരെ വലച്ച് വെള്ളക്കെട്ട് എന്നുള്ളതാണ്. ആവണീശ്വരം ലെവൽ ക്രോസിലും റെയിൽവേ സ്റ്റേഷന് മുമ്പിലുമാണ് ഈ വെള്ളക്കെട്ട് ഉള്ളത്. ഇതിപ്പോൾ ഇനിയും മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അത് യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇരട്ടി ദുരിതം സമ്മാനിക്കുമെന്നുള്ളതാണ്. നമുക്ക് റിപ്പോർട്ട് കാണാം. മഴ പെയ്താൽ ആവണീശ്വരം ലെവൽ ക്രോസിന് മുൻപിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകും. റോഡിലെ ഓടകൾ മണ്ണ് മൂടിയതാണ് വെള്ളക്കെട്ടിന് കാരണം. മാസങ്ങളായി ഇതാണ് സ്ഥിതി. മഴ ശക്തമായാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോലും കഴിയാതെയാകും. വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ഒരു സൈഡിൽ കൂടി മാത്രമേ വാഹനയാത്ര സാധ്യമാകൂ. ഇത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിനും അപകടത്തിനും കാരണമാകും. ലെവൽ ക്രോസിലെ കോൺക്രീറ്റ് പാളികൾ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കൊട്ടാരക്കര തിരുവനന്തപുരം പാതയിലെത്താൻ പത്തനാപുരത്തേക്കുള്ള എളുപ്പവഴിയാണിത്. ലെവൽ ക്രോസ് അടച്ചിട്ടാൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ്. മേൽപ്പാലം വേണമെന്ന പ്രദേശവാസികളുടെ ദശാബ്ദങ്ങളായുള്ള ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് 18 പുനലൂർ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതോടുകൂടി ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളൊക്കെയും പടരുന്നൊരു സമയമാണ്. വളരെ ആശങ്കാഭരിതമായിട്ട് തന്നെ ഇത്തരത്തിൽ പല നാട്ടിലും പലതരത്തിലുള്ള അസുഖങ്ങൾ പടരുന്ന വാർത്തകളും വരുന്നുണ്ട്. പട്ടാമ്പിയിൽ ഡെങ്കിപ്പനി ഇത്തരത്തിൽ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 128 പേർക്കാണ് അവിടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഴക്കാലമായതോടെ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുകയാണ്. ഓങ്ങല്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി രോഗബാധിതരുള്ളത്, 67 പേർ. പട്ടാമ്പിയിൽ 22, മുതുമലയിൽ 15, വിളയൂരിൽ 11, കൊപ്പത്ത് 9, കുലുക്കല്ലൂരിൽ 8, തിരുവേഗപ്പുറയിൽ 6 എന്നിങ്ങനെയാണ് മറ്റ് പഞ്ചായത്തുകളിലെ രോഗബാധിതരുടെ കണക്ക്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പരുത്തൂരിൽ 12 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിച്ചു വന്ന ആക്രി സംഭരണ കേന്ദ്രങ്ങൾ ഡെങ്കി പരത്തുന്ന ഈഡീസ് കൊതുകുകൾ പെറ്റുപെരുങ്ങുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു വന്ന ഒട്ടേറെ ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ സംഘം കണ്ടെത്തി. ആരോഗ്യ, റവന്യൂ, LSGD വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിലുമുണ്ടാകും. അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. നമ്മൾ ഈ വടക്കോട്ടൊക്കെ പോയാലാണ് ഈ ഞാറ്റുവേല തിരുവാതിരയൊക്കെ വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെയും തുടങ്ങിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിപണനം എങ്ങനെയാണ്, കച്ചവടം എങ്ങനെ പുരോഗമിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാർഷിക ഉത്സവം കൂടിയായ തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവനുകളുടെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി നഗരസഭ കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയ്ക്ക് നഗരസഭ അങ്കണത്തിൽ തുടക്കമായി. തിരുവാതിര ഞാറ്റുവേലയിൽ ഒടിച്ചുകുത്തിയാൽ തഴച്ചു വളരും എന്നൊരു ശാസ്ത്രം തന്നെയുണ്ട്. തീർച്ചയായും അതിന് പറ്റിയ കാലാവസ്ഥ, ധാരാളം വെള്ളം ഒക്കെ ലഭിക്കുന്ന കാലാവസ്ഥയായതിനാലാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടായത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ തിരുവാതിര ഞാറ്റുവേലയിൽ പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള കൃഷിഭവൻ കർഷക ചന്ത ഇന്നിവിടെ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷക സഭയും ഇന്ന് നടക്കുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്നിവിടെ നടത്തുന്നത്. തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായുള്ള പരിപാടിയിൽ കർഷകർക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ, പൂച്ചെടികൾ, നടീൽ വസ്തുക്കൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ എന്നിവ ലഭ്യമാക്കി. ഇതോടൊപ്പം കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യാൻ കർഷക സഭയും ചേർന്നു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ നിർമ്മാണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാലോ. അത് പലതവണ പലതരത്തിൽ നമ്മുടെ വാർത്തകളിലൊക്കെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ ഇടം പിടിക്കുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഈ മഴ പെയ്തതോടുകൂടി അവിടെ നിന്ന് ഈ വെള്ളം ഈ അശാസ്ത്രീയമായ നിർമ്മാണമായതിനാൽ തന്നെ കുത്തിയൊലിച്ച് വീടുകളിലേക്ക്, സമീപവാസികളുടെയൊക്കെ വീടുകളിലേക്ക് എത്തി എന്നതൊക്കെ നമ്മൾ നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ ബൈപ്പാസിന് സമീപം ഇപ്പോൾ നിരന്തരമായി ആളുകൾ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു. അത് സമീപവാസികൾക്ക് വലിയൊരു പ്രശ്നമാകുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ നഗരസഭയിലെ തോട്ടവാരം മേഖലയിലാണ് ഇത്തരത്തിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ ഇങ്ങനെ വഴിനീളെ കൊണ്ടുവന്ന് തള്ളുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പ്രധാന പാലത്തിന് സമീപമാണ് മാലിന്യ നിക്ഷേപം.
പ്ലാസ്റ്റിക് മാലിന്യവും ഹോട്ടൽ വേസ്റ്റും ഇതിലുണ്ട്. രാത്രികാലങ്ങളിൽ വലിയ ലോറികളിലാണ് മാലിന്യം എത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന ഭാഗമാണ് തോട്ടവാര 28-ാം വാർഡ്. അതിൽ വരുന്ന ഒരു മേജർ ബ്രിഡ്ജാണ് വാമനപുരം നദിക്ക് കുറുകെയുള്ള മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗം. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായിട്ട് ഈ പ്രദേശത്ത് നിരവധി വേസ്റ്റ്, അത് പ്ലാസ്റ്റിക് വേസ്റ്റാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത്. ക്യാരി ബാഗ്സും അതുപോലെ തന്നെ കുപ്പി, വെള്ളത്തിൻ്റെ കുപ്പി, അത്തരത്തിലുള്ള ഈ പ്ലേറ്റുകൾ, ആഹാരം കഴിച്ചതിൻ്റെ വേസ്റ്റ്, ഇതൊക്കെയാണുള്ളത്. ഇവിടെ ഡംപ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ കൊല്ലമ്പുഴ ഭാഗത്തിനും ഈ തോട്ടവാര ഇടയാൻ അമ്പലത്തിനിടയ്ക്കായിട്ടുള്ളൊരു പ്രദേശത്ത് 1 ലോഡ് ഡംപ് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു 2 ലോഡ് ഡംപ് ചെയ്തു. ഇന്നലെ രാത്രി വീണ്ടും ഒരു 3 ലോഡ്. ഇതെല്ലാം വരുന്നത് ചെറിയ വണ്ടികളിലല്ല, ടോറസ് വണ്ടികളിലാണ് വരുന്നത്. ഇന്നലെ ഒരു വണ്ടി കാണാൻ പറ്റി, പക്ഷേ അതിൻ്റെ നമ്പരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടി. നായ്ക്കൾ നാട്ടുകാർക്ക് വലിയ തലവേദനയാണ്. മഴ പെയ്യുമ്പോൾ മാലിന്യം വാമനപുരം നദിയിലേക്ക് പരന്നൊഴുകും. നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തിക്കുന്ന വാമനപുരം നദിയിൽ മാലിന്യങ്ങൾ കലരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രദേശവാസികൾ ആറ്റിങ്ങൽ നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. മാലിന്യം നീക്കം ചെയ്യാനോ മാലിന്യ നിക്ഷേപം തടയാനോ നടപടിയില്ലാത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ലഹരി എന്ന വലിയ വിപത്ത്, അതിനെതിരെ വലിയ തരത്തിലുള്ള ബോധവൽക്കരണവും മറ്റ് പ്രതിരോധ പരിപാടികളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്രത്തോളം ലഹരി എന്ന ആ ഒരു വലിയ വിപത്ത് നമ്മുടെ സമൂഹത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകരോട് എടുത്ത് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പലതരത്തിലും, പല സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ പലതരത്തിലുള്ള ബോധവൽക്കരണങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തങ്ങളാൽ കഴിയുന്ന സ്വന്തം നിലയ്ക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില മനുഷ്യരെ നമ്മൾ ഇതിനിടയിൽ കണ്ടുപോകാറുണ്ട്. ചില കലാകാരന്മാരൊക്കെ അവരുടേതായ രീതിയിൽ അവർക്ക് സമയം കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കിയൊക്കെ അവരുടെ കലയിലൂടെ ഇത്തരത്തിൽ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന വാർത്തകളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. അദ്ദേഹം കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഒരു സൈക്കിൾ യാത്ര നടത്തിയിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് അദ്ദേഹം ഒരു സൈക്കിൾ യാത്ര നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന പള്ളിമൺ സ്വദേശി എ ഷാജഹാൻ കഴിഞ്ഞ മെയ് 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. സേനയിലെ സേവനം അവസാനിപ്പിച്ചെങ്കിലും സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് ഷാജഹാൻ ഏറ്റെടുത്തത്. മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപത്താകുമ്പോൾ പുതിയ തലമുറയ്ക്കുള്ള ബോധവൽക്കരണവുമായി കേരളത്തിലാകമാനം സൈക്കിൾ യാത്ര നടത്തുകയാണ് ഷാജഹാൻ. ഇങ്ങനെ 2025 കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ് ലക്ഷ്യം. 14 ജില്ലകളിലെ യാത്രയ്ക്ക് പുറമെ അട്ടപ്പാടിയിലും വയനാട്ടിലും ഇടുക്കിയിലും പ്രത്യേക സ്ഥലങ്ങളിലൂടെയും ഷാജഹാൻ യാത്ര നടത്തി. 80-ലധികം സ്കൂളുകളിലും 40ഓളം പൊതുസ്ഥലങ്ങളിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ചു. 2019 ഹെൽമെറ്റ് ഉപയോഗിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയും ഷാജഹാൻ 1700 കിലോമീറ്റർ സൈക്കിൾ റൈഡ് നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ 2025 കിലോമീറ്റർ സൈക്കിൾ പ്രയാണം നടത്തുന്നത്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയ്ക്കൊപ്പം റൈഡ് വിത്ത് ഷാജഹാൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സഹായവും ഷാജഹാനുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അങ്ങനെ നിസ്വാർത്ഥമായി സമൂഹത്തിന് വേണ്ടി സമയവും പൈസയും ഒക്കെ ചെലവാക്കുന്ന അങ്ങനെയും ചില മനുഷ്യർ അല്ലേ. ഇനി നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ചുറ്റുപാടും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടും വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇടുക്കിയിൽ ഇത്തരത്തിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അവർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തന്നെയാണ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എന്താണ് സംഭവമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. നിരപ്പേൽക്കടയിലെ കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ച് ശ്രീദേവി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിക്ക് കുറുകെ കാട്ടുപന്നി ചാടി. നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ശ്രീദേവിയുടെ താടിയലിലും കൈയിലും കാൽമുട്ടിലും പരിക്കേറ്റു. ഉടൻ തന്നെ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് വണ്ടി വന്ന് ഒട്ടി മുറിച്ചിടുകയായിരുന്നു. എന്നിട്ട് ഞാൻ കമ്മടിച്ച് വീഴത്തെടുത്ത് വീണു. അതിലൊരു ബൈക്കുകാരൻ വന്നു ആ മനുഷ്യനെ എണീപ്പിച്ചു. അതറിഞ്ഞ് അടുത്തുള്ളവരെ പെട്ടെന്ന് അടുത്തവർ വന്ന് ഹോസ്പിറ്റലിൽ എന്നത്തെയും ചേട്ടനെ വിളിച്ചു. ഞാനും ചേട്ടനും വന്ന് ഹോസ്പിറ്റലിൽ. നാട്ടുകാരുടെ പരാതി കേൾക്കുന്നതിനായി പോകുന്നതിനിടെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ന്യൂസ് 18 ഇടുക്കി.
ഇനി നമ്മൾ നല്ലൊരു കൃഷിയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പാടത്ത് കൃഷി ഇറക്കിയിരിക്കുകയാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക്. ശങ്കരമംഗലം പാടശേഖരത്തിലെ 3 ഏക്കർ സ്ഥലത്താണ് ഒന്നാം വിള നെൽകൃഷി ആരംഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ശങ്കരമംഗലം കൊറ്റോളിപ്പാടത്ത് 3 ഏക്കറിലാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പാടം കൃഷിയോഗ്യമാക്കിയാണ് ഞാറ് നട്ടത്. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലമായിട്ടുള്ള അല്ലെങ്കിൽ ചിരകാല സ്വപ്നമായിരുന്നു ഈ കൊറ്റോളിപ്പാടം നേരാക്കാൻ കർഷകരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും. അത് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പരിപൂർണമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യും. അതോട് കൂടിയിട്ട് ജലസേനത്തിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ ഈ പാടശേഖരത്ത് പരിഹരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതി വളരെ മുൻകൈയെടുത്ത് ഇക്കൊല്ലം മുതൽ 2 ക്രോപ്പിനും 1-ാം വിളയ്ക്കും 2-ാം വിളയ്ക്കും ഒഴിവുകൂലി കൊടുക്കുന്നതിനുള്ള പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കർഷകരെ സർവീസ് സഹകരണ ബാങ്കും നമ്മുടെ മുനിസിപ്പൽ ഭരണസമിതിയും ചേർത്ത് പിടിച്ചാൽ എല്ലാ പ്രയാസങ്ങളും അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ പാടശേഖരത്തിൽ 7 ഏക്കറോളം സ്ഥലത്ത് ബാങ്കിന്റെ നേതൃത്വത്തിൽ 2-ാം വിള നെൽകൃഷി നടത്തിയിരുന്നു. നെല്ല്, വിഷരഹിത പച്ചക്കറി എന്നിവയുടെ ഉൽപാദനത്തിനായി വലിയ പിന്തുണയാണ് ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിവരുന്നത്. നെൽകർഷകർക്ക് കൃഷിക്കാവശ്യമായ പലിശരഹിത വായ്പ നൽകുന്ന പ്രവർത്തനവും ബാങ്കിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. രാത്രി ഏറെ വൈകിയും ഇനി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തടസ്സങ്ങളുണ്ടാകില്ല. ഇതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുള്ള ആധുനികവൽക്കരിച്ച മോർച്ചറി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി മുതൽ പോസ്റ്റ്മോർട്ടം ഇവിടെയാണ് നടക്കുക. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രാത്രിയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഇടമായി മഞ്ചേരി മാറുകയാണ്. രാത്രിയും പകലും ഒരുപോലെ വെളിച്ചം നൽകുന്ന സംവിധാനങ്ങൾ ഒരുക്കി 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്താൻ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കുകയാണ് അധികൃതർ. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള 2 ഹൈഡ്രോളിക് മേശകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. MLA UA ലത്തീഫാണ് 25 ലക്ഷം രൂപ ചെലവിൽ മോർച്ചറി നവീകരിക്കാൻ മുൻകൈയെടുത്തത്. രാത്രിയും പോസ്റ്റ്മോർട്ടം പകൽ ചെയ്യുന്ന പോലെ തന്നെ വ്യക്തമായും ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങളിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റുകളെല്ലാം തന്നെ സൂര്യപ്രകാശത്തിനോട് യോജ്യമായ, അതായത് ശരീരത്തിലെ മുറിവുകളും മറ്റു ചേഞ്ചസുകളും കാലാനുസൃത മുറിവുകളുടെ കാലപ്പഴക്കങ്ങളും എല്ലാം തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ട്. നിലവിൽ രാത്രി 8 മണി വരെ പോസ്റ്റ്മോർട്ടം മഞ്ചേരിയിൽ അവശ്യഘട്ടങ്ങളിൽ നടത്താറുണ്ട്. കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും ലഭിച്ചാൽ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്താൻ പുതിയ സംവിധാനം സജ്ജമാക്കുന്നതിലൂടെ സാധിക്കും. മൃതദേഹം വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നതിനപ്പുറം അന്വേഷണം ആവശ്യമായ സാഹചര്യങ്ങളിൽ പോലീസിന് വേഗത്തിൽ നടപടിയെടുക്കാനും പോസ്റ്റ്മോർട്ടം കാലതാമസം കൂടാതെ പൂർത്തിയാക്കുന്നതുകൊണ്ട് സാധിക്കും. ന്യൂസ് 18 മലപ്പുറം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്താ പരമ്പരയുണ്ട്. അതായത് നമുക്കറിയാം, കൊച്ചിയിലും അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ തീരത്തിന് സമീപവുമായും 2 കപ്പൽ അപകടങ്ങളാണ് കേരള തീരത്തിന് സമീപം ഉണ്ടായത്. അത് പാരിസ്ഥിതികമായ എത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മത്സ്യസമ്പത്തിന് എത്രത്തോളം വലിയ പ്രത്യാഘാതം അത് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ, വിദഗ്ധ സമിതിയുടെ പഠനങ്ങളൊക്കെയും നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനപ്പുറം ഇതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ആ വാർത്താ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡെപ്ത് അന്വേഷണമാണ് ഇവിടെ ന്യൂസ് 18 നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. ഇവിടെ ഈ പുറം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഇത്തരത്തിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഉപകരണങ്ങളാണ്. അത് കേടുപാടുകൾ സംഭവിച്ചു പോകുന്നു. ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണു പോകുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് കുടുങ്ങി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ അന്നന്നത്തെ അന്നത്തിനായിട്ടാണ് ഇത്തരത്തിൽ കടലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ്. അപ്പോൾ പരമ്പരാഗത യാനങ്ങളിലൊക്കെ പോയി ഈ വള്ളങ്ങളിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ കടലിൽ പോകുന്നത്. അവർ മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവർ അന്നന്നത്തെ ഭക്ഷണത്തിനായി അന്നം തേടി കടലിലേക്ക് പോകുമ്പോൾ അവർ ഇത്തരത്തിൽ വായ്പ വാങ്ങിയും അതേപോലെ തന്നെ കടമെടുത്തുമൊക്കെ വാങ്ങിയിട്ടുള്ള ഇത്തരത്തിൽ
ശരി, നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ന്യൂസ് ട്രെൻഡ്സിൽ പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ അവരനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി അതേക്കുറിച്ചുള്ള ഒരു നേർചിത്രം പ്രേക്ഷകർക്ക് ഇന്നും ന്യൂസ് ട്രെൻഡ്സിൽ കാണാവുന്നതാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കാണാൻ ആശുപത്രിയിൽ നേതാക്കളുടെയും അനുയായികളുടെയും തിരക്കാണ്. അതിനിടയിൽ VSനെ കാണാനായി മാത്രം കൊല്ലത്ത് നിന്ന് VSന്റെ കടുത്ത ഒരു ആരാധക കുടുംബവും എത്തി കാണാം. നിരവധി പേരാണ് ദിവസവും പ്രിയ നേതാവിന്റെ രോഗവിവരം അന്വേഷിച്ചെത്തുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്ത് നിന്നുള്ള സുജിത്തും കുടുംബവും ആശുപത്രിയിലെത്തിയത്. ഏറെ നേരം കാത്തിരുന്നു. ഒടുവിൽ VSന്റെ മകൻ അരുൺകുമാറിനെ കണ്ട് രോഗവിവരങ്ങൾ തിരക്കി. VSനെ പറ്റി പറയാൻ 100 നാവാണ് ഈ കുടുംബത്തിന്. പാപ്പ പറഞ്ഞുള്ള ചരിത്രവും അല്ല ടിവിയിലൊക്കെ കണ്ടും ഉള്ള ഇഷ്ടമാണ്. കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. VS പാപ്പ പറഞ്ഞുള്ള ചരിത്രങ്ങളും കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചും ഉള്ള ചരിത്രങ്ങളും എല്ലാം കേട്ട് ഇഷ്ടമാണ് ആള്. അരുൺകുമാർ സാറിനോട് സംസാരിച്ച് അപ്പം പിന്നെ അത്ര വലിയൊരു ഇതല്ല, റിക്കവറായി വരും എന്ന് തന്നെയാണ് കക്ഷി തീർത്ത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പൊതുവിൽ സ്നേഹമുണ്ട്. പക്ഷേ VS ഒരു വികാരമാണ്. എപ്പോൾ നോക്കിയാലും വീട്ടിൽ പാർട്ടിക്കാരും പാർട്ടിയും കാര്യങ്ങളും മാത്രമേ ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പം ഇവരെ കൂടെ വന്ന് ഞാനും ഇതേക്കുറിച്ച് കുറേയൊക്കെ അറിഞ്ഞു. അപ്പം അതിലിപ്പോൾ ഇരിക്കുന്നവരെക്കാളും ഏറ്റവും കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് VSനോടാണ്. അപ്പോൾ എപ്പോഴും അത് കേൾക്കുമ്പോഴത്തേക്കും വീട്ടിലെപ്പോഴും പറയുമ്പോഴത്തേക്കും ഒരു പറയും രോമാഞ്ചം വരുന്നു എനിക്ക്. VSന്റെ കാര്യം കേൾക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ കേട്ടപ്പം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ വീട്ടിൽ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോവാം, കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം അവർ കാണിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. പുള്ളി ഒരു ഫൈറ്ററാണ്, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളും പ്രാർത്ഥിക്കുന്നു, അവരോടൊപ്പം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ മറ്റെല്ലാ നേതാക്കളും പോലെ അല്ല ആള്, ഒരു വേറിട്ടൊരു ജീവിതം എന്ന് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ വേറൊരു പാർട്ടിക്കാരാണെങ്കിൽ പോലും, മറ്റേ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാവർക്കും VS എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇത്. കാരണം പുള്ളിയെ കൊണ്ടേ പറ്റൂ. ഒരു എന്തോ പറയുക, ഒരു പുള്ളി ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങളുടെ ആ ഒരു വികാരം എന്ന് പറയുന്നത് അത് കൊണ്ടുവരാൻ VSന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പറയുന്നേക്കാം VSനെ കുറിച്ച്. അപ്പോൾ പുള്ളി TV-യിൽ ഇപ്പോൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിർത്തിവെച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആയിട്ട് അത് കേൾക്കാൻ വേണ്ടിയിരിക്കും. ഈ പരീക്ഷണ കാലഘട്ടത്തെയും അതിജീവിച്ച് VS തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് അവർ മടങ്ങിയത്. ഇങ്ങനെ ആയിരങ്ങളുടെ പ്രാർത്ഥനകളിലും നിറയുകയാണ് VS എന്ന ജനനേതാവ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇങ്ങനെ അനേകം മനുഷ്യരാണ് VSനെ കാണുവാൻ വേണ്ടി ദിനം പ്രതി ഇവിടെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ആശുപത്രി വളപ്പിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും ആരോഗ്യസ്ഥിതി തുടരുന്നു എന്നതാണ്. പക്ഷേ മരുന്നുകളോടൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.